സൂര്യകുമാർ യാദവിൻ്റെ ഇന്നിങ്സൊക്കെ വേഴ്സ്റ്റ് തന്നെ പറയാം. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ എടുത്ത റണ്ണിനേക്കാളും കൂടുതൽ ബോൾ ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വേഴ്സ്റ്റ് ഇന്നിങ്സ് തന്നെയായിട്ടാണ് തോന്നിയത്. പലരും കോഹ്ലിയായിട്ടൊക്കെ കമ്പയർ ചെയ്തിരുന്നു കേട്ടോ. കുറച്ചാൾ മുന്നേ നല്ല കമ്പാരിസൺ ഉണ്ടായിരുന്നു, കുറച്ച് കുറഞ്ഞു. കോഹ്ലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വേൾഡ് കപ്പിൽ ഫേസ് ചെയ്തിട്ടുണ്ട് 2014-16 വേൾഡ് കപ്പിലൊക്കെ. അപ്പോൾ നിങ്ങളത് പോയി കണ്ടു നോക്കുക, എന്താണ് കോഹ്ലി സൂര്യകുമാർ ഇന്ന് ചെയ്ത പോലത്തെ ഇന്ന് ഫേസ് ചെയ്ത പോലത്തെ ഒരു സിറ്റുവേഷൻ കോഹ്ലി 2014-16 വേൾഡ് കപ്പുകളിലൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇതിലും വീക്കായിട്ടുള്ള ഇന്ത്യ, ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻസ്. അന്ന് കോഹ്ലി എങ്ങനെയാണ് കളിച്ചതെന്നൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോഹ്ലിയുടെ ഗ്രേറ്റ്നസ് എന്താണെന്നുള്ളത്. സൂര്യകുമാർ ഒരിക്കലും മോശം പ്ലെയർ അല്ല, പക്ഷേ കോഹ്ലിയുടെ ഗ്രേറ്റ്നസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. സ്ക്വാഡിൽ അക്സർ പട്ടേലിന് പകരം വാഷിംഗ്ടൺ സുന്ദർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടൂർണമെൻറ്റ് തുടങ്ങിയേക്കാളും എൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലായിരുന്നു. അക്സർ പട്ടേലിനെ നിങ്ങൾക്ക് സ്ക്വാഡിലിടാൻ പറ്റില്ല, വാഷിംഗ്ടൺ സുന്ദറിന് ഇപ്പോൾ റൈറ്റ് സ്പിന്നറാണ്, അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്, സ്ക്വാഡിലിടാൻ പറ്റില്ലെങ്കിൽ പിന്നെ അക്സർ പട്ടേലിനെ എന്തിനാണ് വൈസ് ക്യാപ്റ്റനാക്കി വെച്ചത്? അക്സർ പട്ടേൽ ലെഫ്റ്റ് ആം സ്പിന്നറാണ്. അക്സർ പട്ടേൽ ടീമിൽ ആവശ്യമില്ല, റൈറ്റ് ആം സ്പിന്നറാണ് ആവശ്യമെങ്കിൽ അക്സർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റനാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഹാർദിക് പാണ്ഡ്യ ആക്കാമല്ലോ. എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനത്തെ ഡിസിഷൻസൊക്കെ എനിക്ക് കുറച്ചുകൂടി കോമഡി ആയിട്ടാണ് തോന്നുന്നത് പേഴ്സണലി. അപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ വന്നു, ഇന്ന് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. സ്റ്റബ്സിൻ്റെ സ്റ്റബ്സ് വളരെ കിട്ടില്ലെന്ന കളിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അനാവശ്യ ഷോട്ടുകളൊന്നും അടിക്കാതെ ലാസ്റ്റ് മോശം പന്തുകൾ തെരഞ്ഞു പിടിച്ച് അദ്ദേഹം അടിച്ച് ടീമിന് മാനുമായിട്ട് സ്കോറിലോട്ട് എത്തിച്ചു. സ്റ്റബ്സ് ഇല്ലായിരുന്നു 150-160 റേഞ്ചിലൊക്കെ ഒതുങ്ങിപ്പോയേനെ. സ്റ്റബ്സിൻ്റെ ഒരു ഇന്നിങ്സ് വളരെ ഇമ്പാക്ട്ഫുൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് എടുത്ത് പറയണമെന്നത് കാരണം പല ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും എസ്പെഷ്യലി പാണ്ഡ്യ ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ തന്നെ T20 ഏറ്റവും കിടിലൻ ക്ലച്ചാണ് പാണ്ഡ്യ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ പലപ്പോഴും സിറ്റുവേഷൻ നോക്കാതെയുള്ള കളികൾ അല്ലെങ്കിൽ ആ ഒരു പലപ്പോഴും ഇൻറ്റൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് മാറ്റുകയും വേണം, ഫ്ലെക്സിബിലിറ്റി വേണം, റൊട്ടേറ്റ് ചെയ്യണം. പക്ഷെ അത് പലപ്പോഴും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കാണിക്കുന്നില്ല. അഭിഷേക് ശർമ്മ ആയാലും അതുപോലെ തന്നെ പാണ്ഡ്യ ആയാലും അവരേതായ ഒരു രീതിയുണ്ട്, അതൊന്നും മാറി നമ്മൾ കളിക്കില്ല എന്നൊക്കെ വാശി പിടിക്കുന്ന താരങ്ങളാണ്.